ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു സ്നാക്സ് വീഡിയോ ആണ് കേട്ടോ. പഴം കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പച്ചരിയാണ് കേട്ടോ. ഞാനിപ്പോൾ 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കണം. പച്ചരി നമുക്കൊരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്, നേന്ത്രപ്പഴമാണ്. അത് നമ്മൾ പച്ചരി അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പഴം തന്നെ കട്ട് ചെയ്തിട്ട് അളന്നെടുക്കണം. അത് ചിലപ്പോൾ 2 പഴമായിരിക്കാം, ചിലപ്പോൾ ഒരു പഴം തന്നെ ഒരു കപ്പ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാദാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് പഴം അരച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ട് കഷ്ണങ്ങളൊന്നുമില്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് വെള്ളത്തിലിടാൻ സമയമില്ല, ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അങ്ങനെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ വെള്ളം ഒന്നാകെ നമുക്ക് ഊറ്റിയെടുക്കണം. തീരെ വെള്ളം ഇല്ലാതെയാണ് നമുക്കത് അരച്ചെടുക്കേണ്ടത്. ഇനി ഞാൻ വെള്ളം ഒന്നാകെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പച്ചരി വെള്ളമൊന്നുമില്ല, തീരെ ഒട്ടും വെള്ളമില്ലാതാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്കൊരു 4 ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്ക പൊടിയാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 1/4 കപ്പ് സാദാ ചോറ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാദാ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നന്നായിട്ട് അതുപോലെ ഒഴിച്ച് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ നമ്മളെ മാവ് നല്ല ലൂസായി പോകും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പഴവും അരി അരച്ചതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മളെ മാവ് ഉണ്ടാവുക. അധികം ലൂസും അല്ല, അധികം കട്ടിയല്ല. ഈ ഒരു ലെവലിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ശർക്കരൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം.
ഇപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് ചൂടോടെ തന്നെ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മാവൊന്ന് വെന്ത് പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനിയും മാവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ലെവലിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ മാവിൻ്റെ പാകം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതേ അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ്. അതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിലേക്ക് 1 സ്പൂൺ തേങ്ങയും ഉള്ളിയും മൂപ്പിച്ചെടുത്തത് ഇട്ട് കൊടുക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അപ്പം തയ്യാറാക്കുന്നതിന് മുൻപ് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൽ കുറച്ച് നമുക്ക് സോഡാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മാവ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു നടഭാഗം താഴ്ചയുള്ള പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ തീ ഹൈ ഫ്ലെയിമിലാവണം. ഇനി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ടൊന്നൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ അത് നമ്മുടെ മുഴുവനായിട്ട് അപ്പോൾ നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ അപ്പം ചുടാൻ മാവ് വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കി വെച്ചാലേ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കൊണ്ട് ഒരു 10 കുഞ്ഞി അപ്പങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 1.5 തവിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കാൻ നോക്കുക. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ. ഉൾഭാഗം നന്നായിട്ട് നമ്മൾ ശർക്കര ചൂടോട് കൂടി ഒഴിച്ച് കൊടുത്തതുകൊണ്ട് തന്നെ ഉൾഭാഗം നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളിയായിട്ട് ഉൾഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ എല്ലായിട്ടും ഇഷ്ടമാവും. പഴം ചേർത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഈ സ്നാക്സും തയ്യാറാക്കിയെടുക്കുക. നമ്മൾ സാധാ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. നമ്മളെ വീഡിയോസ് എല്ലാം എല്ലാവരും ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.